ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മേസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയിലാണ്. എനിക്കൊപ്പം പ്രേക്ഷകർ കാണുന്നത് 2000-ഓളം വലിയ കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? നമ്മളുടെ സ്വപ്ന തീരത്തേക്ക്, വിഴിഞ്ഞത്തേക്കാണ് ഈ കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ കപ്പൽ വിഴിഞ്ഞത്തിറങ്ങുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകളുമായി ഇറങ്ങുന്ന ആദ്യത്തെ മദർഷിപ്പായി തീരും സാൻ ഫെർണാണ്ടോ. ചൈനയിലെ ഷിയാൻമെൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് കൊളംബോ വഴി വിഴിഞ്ഞത്തേക്കുള്ള യാത്രയിലാണ് ഈ കപ്പൽ. ഒരു നാടൊരുക്കിയ വൻ സ്വീകരണം ഏറ്റുവാങ്ങി ഈ കപ്പൽ വിഴിഞ്ഞത്തേക്കടുക്കുമ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട നമ്മളുടെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ സ്വപ്ന തീരത്തേക്ക് നങ്കൂരമിടാനാണ് ഞാനും സാൻ ഫെർണാണ്ടോയും സഞ്ചരിക്കുന്നത്. കടലിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരു സമൂഹം. കാലങ്ങളായുള്ള നമ്മളുടെ കാത്തിരിപ്പ് ഇതാ ആ സ്വപ്നം തീരം തൊടാൻ പോകുന്നു. വിഴിഞ്ഞം ഇനി തൊട്ടടുത്ത്. ഈ കപ്പലിൽ 2000-ലേറെ കണ്ടെയ്നറുകളുണ്ട്. 2000-ലേറെ കണ്ടെയ്നറുകളാണ് ആദ്യഘട്ടത്തിൽ എത്തുന്നത്. കുറച്ച് കൊളംബോയിൽ ഇറക്കി, ബാക്കി വിഴിഞ്ഞത്തിറക്കും. വിഴിഞ്ഞം ഈ മദർഷിപ്പിനെ സ്വീകരിക്കാൻ സർവ്വസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ. വിഴിഞ്ഞം തുറമുഖം 1-ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 800 മീറ്ററാണ് ആകേണ്ടത്. 800 മീറ്ററുള്ള ബർത്ത്, അതിലിപ്പോൾ 400 മീറ്റർ ബർത്തും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ബർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നത് പോലെ റെയിൽവേ സ്റ്റേഷനിൽ കപ്പൽ വന്നു കിടന്ന് അവിടേക്ക് ചരക്ക് നീക്കം ചെയ്യേണ്ട സ്ഥലം. 2960 മീറ്റർ പുലിമുട്ട് നിർമ്മാണവും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എട്ട് ഷിഫ്റ്റ് ഷോർ കണ്ടെയ്നർ ക്രെയിനുകൾ. അവ ഈ ക്രെയിനുകളിൽ നിന്നും 2000-ഓളം വരുന്ന കണ്ടെയ്നറുകൾ നൊടിയിട കൊണ്ട് ബർത്തിലേക്ക് മാറ്റി. കൂടാതെ 23 യാർഡ് ക്രെയിനുകൾ. അങ്ങനെ ബർത്തിലേക്ക് മാറ്റിയിരിക്കുന്ന കണ്ടെയ്നറുകൾ ഫീഡർ വെസലുകളിലേക്ക് മാറ്റാനും തയ്യാറായി കഴിഞ്ഞു. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഴിഞ്ഞത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത IIT മദ്രാസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഓട്ടോമേറ്റഡ് പോർട്ട് നാവിഗേഷൻ സെന്റർ ആണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്പർശമില്ലാതെ 10 മിനിറ്റിനുള്ളിൽ ഈ വെസലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ ബർത്തിലേക്ക് ഇറക്കാനും ബർത്തിൽ നിന്ന് ഫീഡർ വെസലുകളിലേക്ക് ഇറക്കി മാറ്റാനും സാധിക്കും എന്നുള്ളതാണ്. നൊടിയിട കൊണ്ട്, മനുഷ്യ സ്പർശമില്ലാതെ. ലക്ഷം TEU 1-ാം ഘട്ടത്തിൽ വിഴിഞ്ഞത്തിന്റെ കപ്പാസിറ്റിയാണെന്ന് പറയുമ്പോൾ വിഴിഞ്ഞത്തിന്റെ വലിപ്പം പ്രേക്ഷകർക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. ഞാൻ ഒരു വാക്ക് പറഞ്ഞു അല്ലേ, TEU. എന്താണ് TEU? 20 ഫൂട്ട് ഈക്വലന്റ് യൂണിറ്റ് എന്നാണ് TEU എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ കണ്ടെയ്നറുകളുടെ വലിപ്പം ഈ മീറ്ററിലാണ് തീരുമാനിക്കുക. ഒരു TEU എന്ന് പറഞ്ഞാൽ 20 അടി നീളമുള്ള, 8 അടി വീതിയുള്ള, 8 അടിയും 6 ഇഞ്ചും ഉയരമുള്ള ഒരു കണ്ടെയ്നറാണ്. ഇങ്ങനെയുള്ള 18,000 കണ്ടെയ്നറുകൾ ഒരു കപ്പലിൽ ഉണ്ടാവുന്നു എന്നതാണ് പ്രത്യേകത. 18,000 കണ്ടെയ്നറുകൾ ഇതേ വലുപ്പത്തിലുള്ള 20 TEU വലുപ്പത്തിലുള്ള കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന കപ്പലുകളെ പറയുന്ന പേരാണ് മദർഷിപ്പുകൾ എന്ന്. ആ മദർഷിപ്പാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് അടുക്കാൻ പോകുന്നത്. $300 മുതൽ 1000 TEU 20 ഫൂട്ട് ഈക്വലന്റ് യൂണിറ്റ് വരെ ശേഷിയുള്ള കപ്പലുകളെ ഫീഡർ കപ്പലുകളെന്നും ശരാശരി 10,000 TEU വരെയുള്ള കപ്പലുകളെ നമ്മൾ മദർ കപ്പലുകളെന്നും വിളിക്കുന്നു. ട്രയൽ റൺ അവസാനിപ്പിച്ച് സാൻ ഫെർണാണ്ടോ തീരം വിടുന്നതോടെ ചരക്കുകൾ മറ്റ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനായി ഫീഡർ കപ്പലുകൾ എത്തിത്തുടങ്ങും.
പ്രധാനമായിട്ടും എത്തുന്ന ഫീഡർ കപ്പലുകൾ മാറിൻ അജൂർ, സീസ്പാൻ സാന്റോസ് എന്നീ 2 ഫീഡർ കപ്പലുകളാണ് ആദ്യഘട്ടത്തിലെത്തുന്നത്. ഇതോടെ വിഴിഞ്ഞം ലോകത്തിന്റെ ശ്രദ്ധയിലെത്തും. ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്പ് തുറമുഖമെന്ന ഖ്യാതിയോടെ മനുഷ്യസ്പർശമില്ലാതെ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ബർത്തിലേക്കും ബർത്തിൽ നിന്ന് വീണ്ടും ഫീഡർ കപ്പലുകളിലേക്കും മാറ്റുന്ന സാങ്കേതിക വിദ്യയുടെ തിളക്കത്തോടെ പതിമൂന്ന് പ്രധാന തുറമുഖങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അവയിലൊന്നും തന്നെ പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയ വലിയ മദർഷിപ്പുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങളില്ല. എന്നാൽ വിഴിഞ്ഞത്ത് ഈ സൗകര്യമുണ്ട്. കാരണം ഒരു തീരക്കടലിൽ 18 മീറ്ററോളം ആഴമുണ്ടെങ്കിൽ മാത്രമേ അവിടെ വലിയ മദർഷിപ്പുകൾക്ക് അടുപ്പിക്കാനാവൂ. 10,000 TEU വെസലുകൾ വഹിക്കുന്ന മദർഷിപ്പുകൾക്ക്. നോക്കൂ, 16.5 മീറ്റർ ആഴമുള്ള വിശാഖപട്ടണം തുറമുഖമാണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ആഴമേറിയ തുറമുഖം. പക്ഷേ അതിനും മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയില്ല. കൊളംബോ, സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, സലാല എന്നിവിടങ്ങളിലെ ട്രാൻസ്ഷിപ്പ് കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശ്രയിക്കുന്നത്. വലിയ കപ്പൽ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ തുറമുഖങ്ങളെ ഇനി നമുക്ക് ആശ്രയിക്കേണ്ടി വരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരക്കടലിൽ 24 മീറ്ററോളം സ്വാഭാവിക ആഴമുണ്ട് വിഴിഞ്ഞത്ത്. എന്ന് പറഞ്ഞാൽ ഡ്രഡ്ജിംഗ് കൂടാതെ തന്നെ നമുക്ക് ഈ ആഴം നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തെ ലാഭകരമാക്കി മാറ്റുന്നത്. മാത്രവുമല്ല, അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് 18 കിലോമീറ്റർ മാത്രം അകലെയാണ് നിലവിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം. ഇത് മറ്റൊരു തുറമുഖത്തിനും ലഭ്യമല്ലാത്ത സ്വാഭാവികമായ പ്രകൃതിദത്തമായിട്ടുള്ള ഘടകങ്ങളാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് 2015 ഓഗസ്റ്റ് 17-ാം തീയതിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ കരാറിൽ കേരള സർക്കാരും അദാനി ഗ്രൂപ്പും ഒപ്പുവെക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അന്ന് അധികാരത്തിൽ. പിന്നീട് വന്ന 2 പിണറായി സർക്കാരുകളും ഉത്സാഹത്തോടെ പിന്തുണച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി, അതായത് PPP കൂടി ലാൻഡ് ലോഡ് മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കപ്പെട്ടത്. ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന വ്യവസ്ഥയിലാണ് ഈ വിഴിഞ്ഞത്തിന്റെ നിർമ്മാണം. 8,493.44 കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ്. ഇതിൽ എത്ര ശതമാനം കേരളം വഹിക്കുന്നു, എത്ര ശതമാനം കേന്ദ്രം വഹിക്കുന്നു, എത്ര ശതമാനം അദാനി വഹിക്കുന്നു? കണക്ക് പറയാം. 61.5% വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചിലവ് വഹിക്കുന്നത് കേരള സർക്കാരാണ്. അഥവാ 5,273.22 കോടി രൂപ. കേന്ദ്രം വഹിക്കുന്നതോ 9.6%, 816.03 കോടി രൂപ. അദാനി ഗ്രൂപ്പിന്റെ വിഹിതം 28.9%, അഥവാ 2,453.22 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ അദാനി ഗ്രൂപ്പിന്റെ മെച്ചമെന്ത്, കേരള സർക്കാരിന്റെ മെച്ചമെന്ത്? ലൈസൻസിംഗ് വ്യവസ്ഥയിൽ 40 വർഷത്തേക്കാണ് അദാനി ഗ്രൂപ്പിന് ഈ തുറമുഖം നടത്താനുള്ള അധികാരം. 2ാം ഘട്ടം പ്രവർത്തനം നിശ്ചിതമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നടത്തുകയാണെങ്കിൽ 20 വർഷത്തേക്ക് നടത്തിപ്പധികാരം നീട്ടി നൽകാനും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഘട്ടവും നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയാൽ 60 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം പോർട്ടിന്റെ നടത്തിപ്പധികാരം കിട്ടും. അപ്പോൾ കേരളത്തിന് എന്ത് ലാഭം? നടത്തിപ്പിന്റെ 15-ാം വർഷം മുതൽ, അതായത് 2024 നമ്മൾ തുടങ്ങിയാൽ 2039 മുതൽ വരുമാന വിഹിതത്തിൽ നിന്ന് 1% സംസ്ഥാന സർക്കാരിന് കിട്ടും. അത്രയേ ഉള്ളൂ എന്നായിരിക്കും? അല്ല, 1% തുടങ്ങി ഓരോ വർഷവും ഓരോ ശതമാനം വീതം വർദ്ധിച്ച് പരമാവധി 40% വരെയാകും 40 വർഷം കഴിയുമ്പോൾ. 60 വർഷം കഴിയുന്നതോടുകൂടി പൂർണ്ണമായും നടത്തിപ്പ് അവകാശം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്യും. 3 ഘട്ടങ്ങളിലായിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ 1ാം ഘട്ടമാണ് നിലവിലിപ്പോൾ പൂർത്തിയാവുന്നത്. 3ാം ഘട്ടം വരെ പൂർത്തിയാകുന്നതോടെ സംഭവത്തിന്റെ കളറങ്ങ് മാറും. ബർത്തിന്റെ നീളം 2000 മീറ്റർ ആവും. പുലിമുക്ക് ഏകദേശം 4000 മീറ്ററോളം ഉണ്ടാവും, 4 കിലോമീറ്റർ. വിഴിഞ്ഞത്തിന് കൈകാര്യം ചെയ്യാവുന്ന ചരക്കിന്റെ ശേഷി 40 ലക്ഷം TEU വരെയാകും എന്നർത്ഥം. 5500-ലധികം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ തന്നെ കണക്ക്. 10 മടങ്ങാണ് സമാന്തരമായ തൊഴിലവസരങ്ങളുടെയും സാധ്യത.
ദേശീയപാത 66 ബന്ധിപ്പിച്ച് 79 കിലോമീറ്റർ ദൂരത്തിൽ 60 മീറ്റർ വീതിയിൽ വിഴിഞ്ഞം നാവായിക്കുളം റോഡ് വരും. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തീവണ്ടിപ്പാത തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമടക്കം രാജ്യത്തിന്റെ മുഖഛായ മാറ്റുന്ന ചാലകശക്തിയായി വിഴിഞ്ഞം മാറും. ലോകഭൂപടത്തിൽ മിന്നിത്തിളങ്ങുന്ന തുറമുഖ നഗരമായി വിഴിഞ്ഞം നമ്മളുടെ അഭിമാനമാണ്. വിഴിഞ്ഞം തുറമുഖം 3 ഘട്ടവും പൂർത്തിയാകുന്നതോടുകൂടി ലോകം പറയും ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ, സലാല, കൊളംബോ ഇവയ്ക്കൊപ്പമല്ല, ഇവയ്ക്ക് മുന്നിലാണ് വിഴിഞ്ഞമെന്ന്. അങ്ങനെ വിഴിഞ്ഞം കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയെ തന്നെ നാവിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ശ്രദ്ധാകേന്ദ്രമായ, പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ചെയ്യപ്പെട്ട, ഏറ്റവും ചെലവ് കുറഞ്ഞ, ഏറ്റവും സ്വാഭാവികമായി തീരക്കടലിന് ആഴമുള്ള, ഏറ്റവും തിരക്കേറിയ തുറമുഖമായി മാറും. ഇന്ത്യയുടെയല്ല, ലോകത്തിന്റെ നാവിക ഭൂപടത്തിൽ വിഴിഞ്ഞം അങ്ങനെ തിളക്കമുള്ള പേരായി നിൽക്കും. പുതിയ കേരളം വിഴിഞ്ഞത്തു നിന്നും യാത്ര തുടങ്ങുന്നു. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്പ് ടെർമിനലിന് എല്ലാവിധ ആശംസകളും റിപ്പോർട്ടർ വാർത്താ സംഘവും നേരുന്നു. ഒരു പുതിയ യാത്ര നമ്മൾ ആരംഭിക്കുന്നു. വിഴിഞ്ഞത്തു നിന്നും ഒരു സ്വപ്നയാത്ര നമുക്ക് ആരംഭിക്കാം. ആശംസകൾ.